യെസ്റ്റർഡേ നൈറ്റ് 10:30-ക്കുള്ള ഏറം ഷോ ഞാൻ കണ്ടായിരുന്നു. അജയൻ്റെ രണ്ടാം മോഷണം. ഓക്കെ, പടം മാൻ സോ ഗുഡ്. വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആണ്. ഭയങ്കര ട്രീറ്റിന് ഒരു രക്ഷയില്ലാത്ത ട്രീറ്റ് ആണ് ഗൈസ്. അപ്പൊ നിങ്ങളിത് കാണണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ 3D-ലെല്ലാം കാണണം. അപ്പൊ 3D-ക്ക് വേണ്ടി എടുത്തത് സിനിമ. ലൈക്ക് ഓരോരോ സാധനങ്ങളും പൊട്ടിത്തെറിക്കുമ്പോഴും തീ വരുമ്പോഴും വെള്ളം പോകുമ്പോഴും ഒക്കെ, വെള്ളം പോകുമ്പോഴല്ല, വെള്ളം കാണിക്കുമ്പോഴൊക്കെ ആ 3D ഒക്കെ നല്ലപോലെ അത് എക്സ്പോസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത് തിയേറ്ററിൽ വാച്ചാണ് ഈ ഒരു മൂവി. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. OTT-ൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു എഫക്റ്റ് കാണത്തില്ല. കാര്യം ഇതിന്റെ ട്രെയിലർ പോലും ഇത്രയും എനിക്ക് തോന്നിയില്ല. ഈ ഒരു എന്താ പറയാ, ഒരു അത്രയ്ക്ക് സംഭവം എനിക്ക് തോന്നിയില്ല. ഈ ഒരു അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ട്രെയിലർ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. പക്ഷെ സിനിമ കണ്ടപ്പോൾ നേരെ മറിച്ചു. വിഷ്വലി ഒരു ഭയങ്കര ട്രീറ്റ് ആണ്. ടോവിനോ ആണെങ്കിലും ഒക്കെ എന്താ പറയുക, എല്ലാവരുടെ അഭിനയമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളെ കൃതി ഷെട്ടിയുടെ ഒക്കെ ആക്ടിങ് ഒക്കെ ഒരു നോർമലി ഉള്ള നൈസ് ആയിട്ടുണ്ട്. പിന്നെന്താ പറയുക, സുരഭിയുടെ ഒക്കെ ആക്ടിങ് ഒക്കെ പൊളിയായിട്ടുണ്ട്. നല്ല നമ്മുടെ മണിയനായിട്ട് വരുമ്പോൾ ഉള്ള ആക്ട്രസിന്റെ പേരാണ് വെച്ചാൽ മണിയൻ, ടോവിനോയുടെ മണിയൻ ക്യാരക്ടറിന്റെ പേരായിട്ട് വരുന്നത് സുരഭിയാണ്, നമ്മളെ സുരഭി. അപ്പോൾ ഷീയുടെ ഒക്കെ ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെന്താ, എല്ലാം ഓവറോൾ നോക്കുമ്പോൾ ജിതിൻ ലാൽ, യു മേഡ് എ സൂപ്പർ മൂവി മാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് ആണെങ്കിലും കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. ഓവറായിട്ട് ഒന്നുമില്ല. എന്താണോ സിനിമയ്ക്ക് വേണ്ടത് അത് മാത്രമേ വച്ചിട്ടുള്ളൂ. ഓക്കെ, സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് മാത്രം. നമ്മളെ എന്താ പറയാ, ഞാൻ കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, ഈ ഒരു സിനിമയുടെ ഗോട്ടിന്റെ റിവ്യൂ പറഞ്ഞല്ലോ, വെറുതെ അതേപോലെ ഒന്നല്ല. ഇത് കറക്റ്റ് എന്താണോ മ്യൂസിക് വച്ചിരിക്കുന്നത് അതേപോലെ വച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടുണ്ട് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ജിതിൻ ലാലിന്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്യാമറ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോണിന്റെ ക്യാമറയാണ് ഗൈസ്. വളരെ മികച്ച ഒരു ടെക്നിക്കലി ഒരു എന്താ പറയാ, അത്ര കാലിബറുള്ള ഒരു ക്യാമറമാനാണ്. അത് നമ്മൾ ഇനി എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പറഞ്ഞേ പറ്റൂ ഗൈസ്. ഹീസ് എ സൂപ്പർ ഡൂപ്പർ. വൺസ് അഗൈൻ ഹീസ് പ്രൂവ് ഇറ്റ്. കുറെ ഫ്രെയിംസ് ഉണ്ട്. ലൈക്ക് ടോവിനോയുടെ ഫസ്റ്റ് ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. ആ 3D-യിൽ കൂടെ കാണുമ്പോൾ ഒരു രക്ഷയില്ലാതെയാ. എങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയൂടാ. ഭയങ്കര എക്സ്പെക്ടേഷൻ കൊണ്ടുവരാം. സ്റ്റോറിയൊക്കെ നോർമൽ സ്റ്റോറിയാണ്. ഒരു ഭയങ്കര എന്താ പറയാ, മേ ബി പ്രഡിക്റ്റബിൾ ആവാം, അൺപ്രഡിക്റ്റബിൾ ആവാം, എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് സ്റ്റോറി. നോർമൽ സ്റ്റോറിയാണ്. എല്ലാം സ്റ്റോറി എന്താ പറയാ, എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഡയറക്ഷൻ വൈസ് നോക്കുകയാണെങ്കിലും ക്യാമറ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട്, VFX, എവറിത്തിങ് ഈസ് സൂപ്പർ. ഓക്കെ, സ്റ്റോറി സ്ക്രിപ്റ്റ് നോർമലാണ്. ഓക്കെ, ബട്ട് അതർ ദാൻ ദിസ് സ്റ്റോറി സൂപ്പർ. ഓക്കെ, സ്റ്റോറി കൊള്ളൂല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റോറി ആൾസോ സൂപ്പറാണ്. പക്ഷെ എടുത്തു പറയേണ്ടത് ഇതൊക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ബൈ.